നമ്മളെല്ലാവരും അങ്ങനെ പാറുവിന്റെ വെഡിങ് റിസപ്ഷനിലേക്ക് പോവാൻ റെഡിയായി. നമുക്കിനി അരങ്ങത്ത് കാണാം അല്ലേ? ഓക്കെ. ഹലോ ഹലോ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. കല്യാണം അടിച്ചു പൊളിക്കണ്ടേ? പിന്നെ അല്ല, അമ്മുവിന്റെ ഭർത്താവ് സതീഷ്. ഇത്ര ചിരിക്കേണ്ട ആവശ്യമില്ല. ഫാമിലിയാണ് ഇപ്പൊ സ്റ്റേജില്. നമ്മള് ഇല്ലല്ലേ ഫാമിലിയില്? ഈ സാധനം കണ്ട ഇതാണ് ഏറ്റവും ഇതെന്താ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജില് നമ്മളില്ല. അച്ഛന്റെ ഷർട്ട് ഇവന്റെ ഷർട്ട് ഉണ്ടാ? നിങ്ങൾ കൊളാബ് അടിക്കുകയാണോ? കളിയാക്കാൻ വേണ്ടിയല്ലേ ഇവൻ ഇട്ട് കൊടുത്തത്, അല്ലെങ്കിൽ പിന്നെ പണി കൊടുത്താണോ? ഇവന് ഐസ്ക്രീം വേണ്ടായിരുന്നു, മനസ്സിലാക്കണം. ലാസ്റ്റ് ഐസ്ക്രീം ഇല്ലെങ്കിൽ അടി നടക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പൊ കേട്ടോ. ആ അതേന്ന് ഇവന്മാര് തന്നെ പോയി സ്റ്റേജിലോട്ട് കയറുന്നേ. ശംഭുവും ഇറക്കാൻ പോയത് അമ്മ ഇറക്കാൻ പോയതാണ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വിളിച്ചു പറയും. നല്ല ഷർട്ടാണല്ലോ അച്ഛൻ. ഇത് ആരുടെ കയ്യില്ല? എപ്പ എത്തി? കഥാപ്രസംഗം പറയാൻ വന്നതാണ്. മാറില്ലേ എന്റെ ഫോട്ടോ ഒരാളെ കൂട്ടുവിടട്ടെ. ഇങ്ങനെ മിണ്ടിക്കൊണ്ട് പോവാലോ. ചിക്കൻ എടുത്തേക്കാം വെറുതെ. സൗണ്ട് ഇതാണ് പ്രശ്നം. ഈ തള്ള എല്ലാം എടുത്തിട്ടു. അതാണ് പ്രശ്നം. ഒന്നും പറയാനും പറ്റത്തില്ല എന്റെ പുറകിൽ നിന്ന്. മോട്ടിക്ക് എന്താ പറയാനുള്ള? ശംഖുവിന് പലതും പറയാനുണ്ട്. അതാണ് കേൾക്കണം. എന്ത് പലതും പറയാനുള്ള ഒരു 2 വാക്ക് പറയാം. കണ്ടതേ ഈ പിള്ളേരില്ലേ? എത്രാമത്തെയാണോ ജോജോ? എത്രാമത്തെയാണ്? 3 3 നിങ്ങൾ വന്നിട്ട് 3-ാമത്തെ പറയണ. എത്രാമത്തെ? 2 കഴിഞ്ഞ്. ആ പുള്ളി ഫിറ്റ് ആയിരുന്നു. ഫോട്ടോ എടുക്കാൻ സബീഷ് ഫോട്ടോ എടുത്തിട്ടില്ലേ? എടുത്തിട്ട് പോയത് ഞങ്ങള്. ഇടയ്ക്ക് പിടിച്ചാൽ മതി. ഇടയ്ക്ക് വേണം. ജോജോ ഇങ്ങനെടാ കുറെ നേരം ഇത് പിടിച്ചോണ്ട് കാത്തിച്ചിട്ടില്ല. റെക്കോർഡ് ചെയ്യാ ഇങ്ങനെ പിടിക്കാം, എന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാത്തുവെച്ച് കാത്തുവപ്പ കേറുന്ന റെക്കോർഡ് ചെയ്യണം. അപ്പൊ ഗുഡ് ഈവനിങ് എല്ലാവർക്കും. പാർവതിയുടെ വെഡിങ് റിസപ്ഷനിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു.
ഇവിടെ വന്നവർക്കും വന്നുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ 1000 നന്ദി അറിയിക്കുന്നു. പാടാനൊക്കെ ആഗ്രഹമുള്ളവര് ഇവിടെ നമ്മൾ മൈക്കും മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വന്ന് പാട്ട് പാടാം, ഡാൻസ് കളിക്കാം, നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യാനുള്ള വേദി നമ്മൾ ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങൾ എല്ലാവരും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും നമ്മൾ ഫോട്ടോസ് എടുക്കാനായിട്ട് സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഫോട്ടോസ് എടുത്തിട്ടേ വീട്ടിൽ പോകാവുള്ളൂ. ഭക്ഷണം കഴിച്ച് ഫോട്ടോസ് എടുത്തിട്ടേ പോകാവുള്ളൂ. ഫോട്ടോ എടുക്കും. ഹായ് ജോജോ. ഹായ്. ശരി എന്നാ ആയിക്കോട്ടെ. മറ്റൊരുവിടില്ലേ? ഞങ്ങള് മിനിഞ്ഞാന്ന് വന്നു. ഞങ്ങളുടെ അമ്മയെ ഫേമസ് ആക്കി നിങ്ങളെന്താ ലീല ചേച്ചിയുടെ വരുമ്പോളാണോ? ഓ ശരി ശരി. നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല ഇതുവരെ. പക്ഷെ അവളെ കണ്ടിട്ടുണ്ട്. ആ എങ്ങനെയാണെന്നറിയാമോ? ഇവിടെ ഡാൻസിന്റെ ജഡ്ജ്മെന്റ് പരിപാടിക്ക് കഴിഞ്ഞ വർഷം ആണല്ലേ? രണ്ടുകൂടെ ഓ ശരി 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 ശരി. അമ്മയുടെ ഫുഡ് സൂപ്പർ അല്ലേ? പിന്നെ ഫേമസ് ആക്കണ്ടേ? രാത്രി കിടന്നപ്പോ അമ്മേക്ക് ഫോണിനകത്ത് കാണുന്നു. മനുവിന് തന്നെ ഒരു അമ്മ ഫോണിനകത്ത് കാണുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞാ അത് ശരിയാ. ചിരിക്കല്ലാരും ഒന്ന്. ഞാനും വരും. അവരുടെ കൊച്ചിലെ ചേച്ചിന്റെ പരിപാടിയൊന്നും എനിക്ക് വലിയ കിട്ടൂല കേട്ടോ. ഇതിന്റെ പരിപാടിയൊന്നും എനിക്ക് വശമില്ല കേട്ടോ ചേച്ചി. എനിക്ക് ഇതിന്റെ പരിപാടി വശമൊന്നുമില്ല കേട്ടോ. നമ്മൾ മൂന്നുപേരും കൂടെ വീഡിയോ റെക്കോർഡിംഗ് അല്ലേ? ഒരു ദണ്ഡികളെ നമ്മൾ കൂടെ വിടുമ്പോ ആലോചിക്കണം. സബീഷേ
അവിടെ പോയി ഉണക്കിയോ കാണണം കേട്ടോ, കറക്റ്റായിട്ട് കാണിക്കണമെന്നില്ല. പിന്നെ നിങ്ങളെ കാണിച്ചില്ല, പിന്നെ നമ്മള് വേറെ ആരെ കാണിക്കാനാ? അവിടെ നിന്റെ ഫോണിൽ നിന്ന് ഒന്ന് അൺലോക്ക് ചെയ്ത്. അയ്യോ കഴിക്കട്ടോ, കഴിക്കും. പിന്നെ പിന്നെ കഴിക്കുന്നു. കണ്ടിട്ടില്ല. ശരി ശരി ശരി. ഞങ്ങൾ ഡൽഹിയിലായിരുന്നു മോളെ, അതുകൊണ്ട് പിള്ളേരെ ഒന്നും അറിയത്തില്ല. ശരി 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 ശരി. നിങ്ങളെവിടെയാ മോളെ? ഞങ്ങൾ തൃശ്ശൂര്. അതെ അതെ. മോനാണോ? കോട്ടയം അവിടെ കണ്ടു. അല്ലതാ അവര് തിരുനെൽവേലിയാ. അതെ അതെ. അറിയാവോ? വെട്ടമൊക്കെ കണ്ട് ഇച്ചിരി കഴിയുമ്പോൾ ഞങ്ങളെ കൈ പറയാം. ഈ ഒരു സായം സന്ധ്യ അനുഗ്രഹീതമാക്കിയ ബലിക്ക് ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാവിധ ആശംസകളും. ഇതാണ് സഹിറിക്ക. നമ്മുടെ ഇന്നത്തെ വെഡിങ് ഇവന്റ്, അതായത് ഫുഡും ഡെക്കറേഷൻ ഫുള്ള് സഹിറിക്കയാണ് ചെയ്തിരിക്കുന്നത്. സഹിറിക്കയുടെ വർക്കാണ്. തുമ്പിക്കൈയിൽ മോദകമെന്നും ഉണ്ണിഗണപതിയേ നിങ്ങക്ക് പറയാനുള്ളത് പറയാനില്ല. അന്ന് അങ്ങനെ പറയില്ല, പറഞ്ഞിട്ട് പോയാൽ മതി. പറയാനില്ല. ഞാൻ കൂടെ പിടിച്ചു, നമ്മൾ ശരിയാവില്ല. അതുകൊണ്ടാ വേണ്ടാ പിടിക്കണ ഒന്ന് കൂടാടാ. ഇന്ന് ഇവിടെ പിടിച്ച് ഞാൻ കൂടെ വരാടാ. നീ പിടിക്ക്. ഇത് ഇവിടുന്ന് അങ്ങ് നടക്കണം, തിരിച്ചു വരിക, ഈ വഴി പോവാ. അങ്ങനെ പൊക്കി പിടിച്ചോണ്ട് പോകണ്ട. അത് ആളുകളുടെ ഫേസ് കൂടെ കാണണ്ട. നമ്മളിങ്ങനെ നമ്മൾ രാവിലെ പോലെ കാണുമല്ലേ, ഇപ്പോഴാണ് ഇത് കൊണ്ടുവന്നത്. പിടിച്ചാ എന്നെ കൊണ്ട് സാധിക്കൂ. ഇതൊക്കെ ക്യാമറ ഇതാണ്. എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? ക്യാമറ നോക്കി പറഞ്ഞോ. എന്താ പറയാനോ? ഇല്ല അല്ല, കഴിച്ചായിരുന്നോ? ഇല്ല, കഴിച്ചില്ല. കഴിക്കണം. അതെ കഴിക്കണം. ധനേഷ്, മനു, ഇവർക്ക് രണ്ടുപേർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം. നല്ലൊരു കൈയടി കൊടുക്കണേ. അടുത്തതായിട്ട് ഹലോ, പരിപാടിയൊക്കെ എങ്ങനെയാണ് ഗൈസ്? പരിപാടിയൊക്കെ എങ്ങനെയാണ്? ഞാനെന്നാ പോകട്ടെ. വളരെ നന്നായിട്ട് സുഖമായിരുന്നു. ഇല്ലാണ്ടായി പോയില്ലേ? പരിചയമുള്ളൊരു ടേബിള് കിട്ടി. വാ, നീ 3 ട്രിപ്പ് കഴിച്ചാലേ നീ ഇല്ലാണ്ട് ചെയ്യാറ്. യെസ്, മനസ്സിൽ
മച്ച് സന്തോഷ് ചേട്ടാ. ഒരുപാട് 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 നന്ദിയുണ്ട് ആ ഫുൾ ടീമിന്. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി നന്ദുണി പാട്ടാണി പാടൻ വരുമ്പോൾ പാടിരുളും പാടലമാം കതിരു കവിഞ്ഞേ. നിലവേ കിളിയെ തൊട്ട കിളിയെ കൊഞ്ചു പറന്നും കൂട്ടിലിട്ടുണ്ട് അഴകെ തിന്നിനിക്കാൻ കൊതിയാ ഉറുമ്പേ കളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാളിബനാമേ അരഞ്ഞെല്ലമിന് അമ്പരിയാ. കാവിന്റെ മുറ്റത്തെ മുല്ല പോൽ ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ. കൂരിരുൾ കാവിന്റെ മുറ്റത്തെ മുല്ല പോൽ ഒറ്റയ്ക്കു നിന്നില്ലേ, ഞാൻ ഇന്നൊറ്റയ്ക്കു നിന്നില്ലേ. ആരാധകരെ ശാന്തരാകുവിൻ. പൂവേ പൂവേ പാലപ്പൂവേ മടവിൻ തിരികരളിൽ കായോ ലോകത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടി വണ്ടി വാർമുകിൽ വണ്ടി പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. മഴവില്ലിൻ നിറമുണ്ടോ വഞ്ചോളം കുളിരുണ്ടോ, ഒരു വട്ടം കൂടി ചൊല്ലാമോ. മഴവിൽ കൂടി മഞ്ഞായി മഞ്ഞിലകൾ മണ്ണിൽ പോയി, മൺവാസനയിൽ നെഞ്ചിൽ കൈയടിക്കാതിരിക്കുന്നതെല്ലാം കൈയടിക്കേണ്ടതാണ്. പൂവേ പാലപ്പൂവേ മണവിത്തിരി കരളിൽ കായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടി വണ്ടി വാർമുകിൽ വണ്ടി പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. പൂവേ പുതിയൊരു പൂമ്പാട്ടിൻ പൂമ്പൊടി പൂവാം നിൻ കാതിൽ പ്രണയമനോരഥമേറാമിന്നൊരു പല്ലവി പാടാം. രാഗപ്പൂക്കാലം പൂവേ വാലപ്പൂവേ മണവിത്തിരി കരളിൽ കായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. ഇവിടെ റെക്കോർഡിംഗ് ആണോ? താഴ്വാരങ്ങൾ പാടുമ്പോൾ താമരവട്ടം തളരുമ്പോൾ ബിന്ദുകളന്തം ചന്ദനമായും കരളിൽ പെയ്തു. അറബിക്കടലുകൾ വിടരുമ്പോൾ നീലക്കടലിലെ ഇളകുമ്പോൾ മുരളിക കോമളരാഗം മന്ദം പാടി. താങ്ക് യു താങ്ക് യു. മാസം ആത്മാവിൻ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം വിധുരയാം രാധയെ പോലെ
വിലപിക്കാൻ മാത്രമാണു യോഗം. ആഷാഢമാസം ആത്മാവിൻ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. അടുത്തതായിട്ട് ഒരു ഗ്രൂപ്പ് സോങ് ആണ്. ഗ്രൂപ്പ് സോങ് സ്പെഷ്യൽ ഡെഡിക്കേഷൻ നമ്മുടെ കല്യാണ പെണ്ണിന് വേണ്ടിയിട്ട് അവളുടെ കസിൻസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടാൻ പോവുകയാണ്. എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഓക്കെ അല്ലേ? തിരുനൂറ്റി തേമാവ് എന്നോട് നമ്മുടെ തേമാവ് ചക്കര മാമ്പരമുണ്ടല്ലോ കളിയൂഞ്ഞാലും ഉണ്ടല്ലോ കളിയും ചിരിയും ബഹളമായി സന്തോഷത്തിന് നാളുകളെ കളിയും ചിരിയും ബഹളവും സന്തോഷത്തിൻ നാളുകളെ വെട്ടിമാറ്റാമെന്നവരെ അരുതേ വെട്ടരുത് പറയണ കുട്ടികളെ നമ്മുടെ നല്ലൊരു ഭാവിക്ക് പറയണ കുട്ടികളെ നമ്മുടെ നല്ലൊരു ഭാവിക്ക് എനിക്കുമുണ്ടൊരു തുടങ്ങാല്ലേ? അത് മക്കളും കൊച്ചന്മാരും ഇവിടെ ആയിരിക്കും.
പൂവെല്ലാം കൊണ്ടും പുറച്ചാടും കണി കാണാൻ പടകാളി പെണ്ണെ പാത്രം അല്ല അവരെ എങ്ങനെ കൊണ്ടുപോകും? എന്താണ് ഇന്നത്തെ സാഹചര്യത്തിൽ പറയാനുള്ളത്? നല്ല കാര്യം. ഫുഡ് ഉണ്ട് പറഞ്ഞോ. അച്ഛനോട് ചോദിക്കാം, എന്താണ് അച്ഛാ ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? എല്ലാം പറഞ്ഞോ, പറയാനുള്ള എല്ലാം പറഞ്ഞോ. ആ ചിക്കനാ പുള്ളി പോയിട്ട് തിരിച്ചു വന്നു. അല്ല ഇത് പലപ്പോഴും വീഡിയോ കാണുമ്പോഴേ ഈ സംവിധാനം എങ്ങനെയാന്ന് ഞാൻ ഇത് കൈ കിട്ടിക്കഴിഞ്ഞാൽ ആരായാലും ഷൂട്ട് ചെയ്യും. സൗണ്ട് ആരോ
വെള്ളിത്തേരെ ആടും